എന്തായാലും മറ്റു ചില വാർത്തകൾ കൂടി നമുക്ക് കാണണം. മുനമ്പം സമരത്തെ നിർവീര്യമാക്കാമെന്ന് ആരും കരുതേണ്ട എന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. കേരളത്തിലെ മതസൗഹാർദ്ദത്തിൽ കരിനിഴൽ വീഴ്ത്താമെന്നും മുനമ്പത്തെ ഭിന്നിപ്പിക്കാമെന്നും വിചാരിക്കുന്നത് വ്യാമോഹമാണ്. നീതി ആരുടെയും ഔദാര്യമല്ല, മുനമ്പം ജനതയുടെ അവകാശമാണെന്നും മുഖ്യമന്ത്രിയോട് പറയുന്നു പാംപ്ലാനി. വഖഫിന്റെ രീതി കാട്ടാള നീതിയാണ്. 95-ലെ വഖഫ് നിയമം പൊളിച്ചെഴുതിയേ മതിയാകൂ എന്നും മുനമ്പത്ത് സമരവേദിയിലെത്തി പാംപ്ലാനി പറഞ്ഞു. ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ഈ മുനമ്പം ജനതയുടെ വികാരങ്ങളോ അവരുടെ അഭിപ്രായങ്ങളോ കേൾക്കാതെ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. അതായത് ഇവരുടെ നികുതി സ്വീകരിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഈ മുനമ്പൻ ജനത ഈ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതുവരെയും അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച. വഖഫ് നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് തീർച്ചയായും മുസ്ലിം സമൂഹത്തിനുള്ള ആശങ്കകൾ പരിഹരിക്കണം. അതിനെക്കുറിച്ച് ഞങ്ങൾക്കാർക്കും അഭിപ്രായാന്തരങ്ങളില്ല. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ സാമാന്യ നീതിക്ക് നിരക്കാത്തതും നീതിയുടെ പ്രത്യക്ഷ ലംഘനവുമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മുനമ്പം വിഷയത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാനെതിരെയും മാർ ജോസഫ് പാംപ്ലാനി പ്രതികരിച്ചു. മന്ത്രിയുടെ പ്രതികരണം തെറ്റിദ്ധാരണയുണ്ടാക്കി. ദുഃഖം അനുഭവിക്കുന്ന ജനതയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതിനു പകരം വർഗീയ കണ്ണുകളോടെ കാണാൻ ശ്രമിച്ചോ എന്ന ആശങ്കയുണ്ടാക്കിയെന്നും പാംപ്ലാനി പറഞ്ഞു. അദ്ദേഹം ഈ സാമാന്യ ജനതയുടെ ദുഃഖകരമായ അവസ്ഥയിൽ അവർ നടത്തുന്ന പ്രതികരണങ്ങളെയും അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതിനെയും വർഗീയമായ കണ്ണുകളോടെ കാണാൻ ശ്രമിച്ചോ എന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിൽ അദ്ദേഹം ഉണർത്താൻ ഇടവന്നു. അതുവരെയും ഇതൊരു മതവിഷയമായിട്ടല്ല, ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയുടെ വിഷയമായിട്ടാണ് എല്ലാവരും കരുതിയത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണകൾ പരത്തിയെങ്കിലും പൊതുസമൂഹം ഇപ്പോഴും ഇത് നീതിക്ക് വേണ്ടിയുള്ള ഒരു ജനതയുടെ ന്യായമായ നിലവിളിയായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് പറ്റിയ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടോ അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും ആ രീതിയിൽ പറയിപ്പിച്ചതോ ആണ് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് ഞങ്ങൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം സ്നേഹത്തോടെ ഓർപ്പിക്കും. അതേസമയം മുനമ്പം വിഷയം സർക്കാരിന് പരിഹരിക്കാൻ കഴിയുമായിരുന്ന വിഷയമാണ്. പക്ഷേ പരിഹാരം വൈകിപ്പിക്കുന്നത് സംഘപരിവാറിന് അവസരമുണ്ടാക്കാനെന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മനഃപൂർവ്വം നോട്ടീസ് നൽകുന്നത് ബിജെപിക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ കീഴിലുള്ള വഖഫ് ബോർഡാണ് ഈ സംഘപരിവാറിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ മനഃപൂർവ്വം നോട്ടീസ് കൊടുക്കുകയാണ്. ഈ പാലക്കാട് ഇലക്ഷൻ ബാക്കി നിൽക്കുമ്പോൾ, ഇന്ന് ചേലക്കരയും വയനാടും ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്നലെയും മിനിങ്ങാന്നും കൊണ്ടുപോയി ഈ വഖഫ് ബോർഡ് മുനമ്പം വിവാദത്തിൽ നിൽക്കുകയാണ്. അത് പരിഹരിക്കും എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുത്തെങ്കിലും പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ വീണ്ടും ബിജെപിക്ക് ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളൊരു സ്പേസ് ഈ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊരു ധാരണപ്പുറത്താണ് പോകുന്നത്. നോട്ടീസ് കൊടുക്കുക, ബിജെപി സംസ്ഥാന നേതാക്കൾ അവിടെ ചെല്ലുക, ഈ വിഷയം കത്തിക്കുക, ആളിക്കത്തിക്കുക. വർഗീയത ആളിക്കത്തിക്കുക. മതപരമായ ഭിന്നിപ്പ്, രണ്ട് മതങ്ങൾ തമ്മിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്താം. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.